നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് അക്കൗണ്ടൻസിയുടെ ഫണ്ടമെന്റൽസ് ചാപ്റ്ററിലെ പുതിയൊരു ആശയത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാ ട്രാൻസാക്ഷൻസും ഒരു വർഷത്തിന്റെ അവസാനം റെക്കോർഡ് ചെയ്ത് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില ട്രാൻസാക്ഷൻസോ ചില ഐറ്റംസോ നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിൽ എടുക്കാതെ പോകാറുണ്ട്, ഒമിറ്റ് ചെയ്യാറുണ്ട്. അതും അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള ഒമിറ്റ് ചെയ്ത ഐറ്റംസിനെ, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയ ഐറ്റംസിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതിനുവേണ്ടി അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 4 പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് പഠിക്കാം. ഈ ആശയങ്ങൾ പ്രത്യേകിച്ച് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ, പാർട്ട്നേഴ്സിനുള്ള സാലറിയോ കമ്മീഷനോ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ തിയറി ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്? അപ്പോൾ സംടൈംസ് ആഫ്റ്റർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് and the partner's capital account are closed, it is found that certain items have been omitted by mistake or have been wrongly treated. Such omissions and commissions usually related to the interest on capital, interest on drawings, salary to partner, commission to partner, etc. In such a situation, instead of altering the closed accounts and signed balance sheet, rectification or adjustment is made at the beginning of the next year. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ചില കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തതായിട്ട്, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ പാർട്ട്നേഴ്സ് സാലറിയോ കമ്മീഷനോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവർ പറയുന്നത് ഒന്നുകിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി, നമുക്കൊരിക്കലും ഇപ്പോഴുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലുള്ള അക്കൗണ്ടിനെ ആൾട്ടർ ചെയ്യുന്നതിനേക്കാളും എളുപ്പം അടുത്ത വർഷത്തെ ഓപ്പണിങ്ങിൽ നമുക്കൊരു അഡ്ജസ്റ്റിംഗ് എൻട്രി കൊടുത്താൽ മതിയാകും. ഈ ഒരു കുറവ് മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റിംഗ് എൻട്രി കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം ആ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈ പാസിംഗ് എ സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി. നോക്കിയേ, ബൈ പാസിംഗ് എ സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി വിത്ത് ദ നെറ്റ് എഫക്ട് ഓഫ് ദി എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ഐറ്റത്തിനും, വിട്ടുപോയ ഓരോ ഐറ്റത്തിനും അഡ്ജസ്റ്റിംഗ് എൻട്രി കൊടുക്കുന്ന രീതിയുമുണ്ട്. അത് രണ്ടാമത്തെ മെത്തേഡാണ്, ബൈ പാസിംഗ് സെപ്പറേറ്റ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഫോർ ഈച്ച് എറേഴ്സ് ആൻഡ് ഒമിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു 4 പ്രോബ്ലംസും ആ 4 പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കുഞ്ഞു ക്വസ്റ്റ്യൻസിലൂടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ, അവസാനം ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെയും ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ ഓരോ പ്രോബ്ലംസും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എക്സാമിന് ഇത് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യത്തെ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇല്ലസ്ട്രേഷൻ 1 അരുൺ, ബിനു ആൻഡ് ചന്ദ്രൻ ആർ സ്റ്റാർട്ടഡ് പാർട്ണർഷിപ്പ് ഓൺ 1st April 2019 വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹1,60,000, 50,000. അരുണും ബിനുവും ചന്ദ്രനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1st April 2019 ആണ്. അവരുടെ തുടക്കത്തിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലക്ഷം അരുണിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്,
ബിനു 60,000 രൂപ കൊണ്ടുവന്നു, ചന്ദ്രൻ 50,000 രൂപ കൊണ്ടുവന്നു. After closing the accounts at the end of the financial year, it was found that interest on capital 10% as per the agreement was not provided before sharing profit. അപ്പോൾ അവർ കണ്ടെത്തിയത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ടു മേക്ക് an adjusting entry at the beginning of the next year. അവർ എഗ്രി ചെയ്തു ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രിയിലോടുകൂടി ഈ ഒരു എററിനെ മാറ്റിയെടുക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് പാസ് ആൻ അഡ്ജസ്റ്റിംഗ് എൻട്രി അസ്യൂമിങ് ദാറ്റ് ദ ക്യാപിറ്റൽസ് ആർ ഫിക്സഡ്. സോ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് ഒമിറ്റ് ചെയ്തത്, അതിനെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്ത് ആ ഒരു എററിനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ അതിനുവേണ്ടി ഒരു കാൽക്കുലേഷൻ നടത്തണം. 3 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടെത്തണം. അപ്പോൾ അരുണിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടെത്തുന്നത്. എങ്ങനെയാണ്? അരുണിന്റെ ക്യാപിറ്റൽ 1 ലക്ഷം ഇൻറ്റു 10% ഇൻട്രസ്റ്റ്. അപ്പോൾ 10/100 നമുക്ക് കിട്ടും. അയാളുടെ ഇൻട്രസ്റ്റിന്റെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷമാണ്. അതുപോലെ തന്നെ ബിനുവിന്റെയും ഇൻട്രസ്റ്റ് കാണുന്നു 60,000. അയാളുടെ ക്യാപിറ്റൽ ഇൻറ്റു 10/100. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6,000 രൂപ. അതുപോലെ മൂന്നാമത്തെ പാർട്ട്ണറിന്റെയും ഇൻട്രസ്റ്റ് കാണുകയാണ്. 50,000 അയാൾ മുടക്കിയ തുക. അതിന് 10%. അപ്പം നമുക്ക് എത്ര രൂപ കിട്ടും? 5,000 രൂപ കിട്ടും. ഇങ്ങനെ നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടെത്തുന്നു. അടുത്ത് ഈ ഒരു എറർ എത്രത്തോളം വേരിയേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു അനാലിസിസ് ടേബിൾ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അനാലിസിസ് ടേബിൾ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ അനാലിസിസ് ടേബിളിൽ നോക്കിയേ, ആദ്യത്തെ ഐറ്റം പർട്ടിക്കുലർസ്, പിന്നെ പാർട്ട്നേഴ്സിന്റെ പേരുണ്ട്, 3 പാർട്ട്നേഴ്സും ടോട്ടൽ കോളം വെച്ചിട്ടുണ്ട്. ടോട്ടൽ കോളം നമുക്ക് ഐറ്റത്തിന്റെ ഓരോ പർട്ടിക്കുലർ ഐറ്റം ഒമിറ്റ് ചെയ്ത ഐറ്റത്തിന്റെ ടോട്ടൽ എമൗണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതാണ് ഈ ക്വസ്റ്റ്യനിൽ ഒമിറ്റ് ചെയ്ത ഐറ്റം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഈ ക്രെഡിറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഐറ്റം ക്രെഡിറ്റഡ് ആണോ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആണോ ഡെബിറ്റഡ് ആണോ എന്നൂടെ മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റഡ് ആണ്. അവിടെ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടെത്തി 10,000, 6,000, 5,000. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 21,000. ഒരിക്കലും ഓർത്തിരിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ ഇവിടെ 3 പേരുടെ ഇൻട്രസ്റ്റ് എഴുതി ആ ടോട്ടൽ എമൗണ്ട് 21,000 കണ്ടെത്തി. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ വേരിയേഷൻ എത്രത്തോളം ഉണ്ട്, എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ 21,000-നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ മുൻപിലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യാനാണ് പതിവ്. ഇനി കൂട്ടുകാരെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ഇവിടത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ബാലൻസ് വരിക ഡെബിറ്റ് സൈഡിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ആണ്, വേറെ ഒരു ഐറ്റവും ഇല്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ 21,000 ലോസ് തുകയെ, അപ്പൊ ഡെബിറ്റ് ആണ്, ആ ഡെബിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡെബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിട്ടില്ല, പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഈക്വലി എന്ന് എഴുതും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയാത്തത് കൊണ്ട് ഈക്വലി ആണ് അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് അല്ല, ഈ 21,000 രൂപ ലോസ് ആണ്, കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ ആ 21,000 രൂപയെ നമ്മൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 7,000 രൂപ, 7,000 രൂപ, 7,000 അല്ലേ? അങ്ങനെ 7,000 രൂപ 3 പേർക്ക് ഷെയർ ചെയ്തു, ആ ടോട്ടൽ 21,000. ഇനി നമ്മൾ എത്രയാണ് ഡിഫറൻസ് എന്നുള്ളത് കണ്ടെത്താൻ പോവുകയാണ്. ആ ഡിഫറൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണോ
അതോ ഡെബിറ്റ് ബാലൻസ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്രെഡിറ്റ് ബാലൻസ് ആണോ അതോ ഡെബിറ്റ് ബാലൻസ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ അരുണിന് 10,000 രൂപ ക്രെഡിറ്റ് ബാലൻസും 7,000 രൂപ ഡെബിറ്റ് ബാലൻസും ആണ്. അപ്പോൾ ഏതാണ് കൂടുതൽ? 3,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടുതൽ. ബിനുവിനാണെങ്കിലോ 6,000 ക്രെഡിറ്റ് ബാലൻസും 7,000 ഡെബിറ്റ് ബാലൻസും ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് കൂടുതൽ. അപ്പോൾ 1,000 രൂപയുടെ വ്യത്യാസമാണുള്ളത്. 1,000 രൂപ ഡെബിറ്റ് ബാലൻസ് ആണ്. ചന്ദ്രന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിലോ ചന്ദ്രന്റെ അക്കൗണ്ടിൽ അയാൾക്ക് ക്രെഡിറ്റ് 5,000-ഉം അതോടൊപ്പം തന്നെ ഡെബിറ്റ് 7,000 ഉണ്ട്. ഡെബിറ്റ് 7,000 ഉണ്ട്. അപ്പോൾ വ്യത്യാസം എത്ര? 2,000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. 2,000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ടേബിളിൽ ചെയ്യേണ്ടത്. പിന്നെ ഈ എമൗണ്ട്സ് ക്രെഡിറ്റും ഡെബിറ്റും ബാലൻസിന്റെ എമൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റിംഗ് എൻട്രി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ബിനുവിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ബിനുസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1,000, ചന്ദ്രൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000 രൂപ, ടു അരുൺസ് ക്യാപിറ്റൽ 3,000 രൂപ. അരുണിന് ക്രെഡിറ്റ് ആണ്, ബിനുവിനും ചന്ദ്രനും ഡെബിറ്റ് ആണ്. കൂട്ടുകാരെ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏപ്രിലാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ബിനുവിന്റെ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയ ബാലൻസ് ഡെബിറ്റ് 1,000 രൂപ. ചന്ദ്രന്റെ ക്യാപിറ്റലിനും ഡിഫറൻസ് വന്നത് ഡെബിറ്റ് ആണ്. അപ്പോൾ അത് ഡെബിറ്റ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്, അത് 2,000 രൂപ. അരുണിന്റെ ക്യാപിറ്റൽ ആണെങ്കിലോ അരുണിന്റെ ക്യാപിറ്റലിന് വന്നത് ക്രെഡിറ്റ് ആണ്, അത് 3,000 രൂപ. അപ്പോൾ 1,000 പ്ലസ് 2,000 3,000 രൂപ, രണ്ടും തുല്യമായി. അതുകൊണ്ട് നറേഷൻ എഴുതുന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അഡ്ജസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ഒമിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ദ പ്രീവിയസ് ഇയർ. സോ കൂട്ടുകാരെ, എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രിക്ക് വേണ്ടിയുള്ള ടേബിൾ വരയ്ക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു എൻട്രി എഴുതാൻ പറ്റും. ഈ ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാൻ പറ്റും. വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ. പക്ഷേ അല്പം ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒമിറ്റ് ചെയ്താൽ എങ്ങനെയാണെന്നാണ്. അടുത്തൊരു പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാർട്ട്നേഴ്സിന്റെ സാലറിയോ കമ്മീഷനോ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ അഡ്ജസ്റ്റിംഗ് എൻട്രിയിലൂടെ റെക്ടിഫൈ ചെയ്യണമെന്നുള്ളതാണ്. നോക്കാം കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ്: ബിജു, അനിൽ, രവി ആർ പാർട്ട്നേഴ്സ്. അവർ 3 പേരാണ് പാർട്ട്നേഴ്സ് അല്ലെ? ബിജു, അനിൽ ആൻഡ് രവി ആർ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് 3:2:1 ആണ്. പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് ഇയർ 31st March 2019 1,20,000 ആണ്, 1,20,000 ആണ്. ഇനി ഇവിടെ പറയുന്നത് ഇവർ വിട്ടുപോയ ഇവരുടെ അക്കൗണ്ടിൽ എടുക്കാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബിജുവിനും രവിക്കും സാലറി ഉണ്ട്, അത് എടുത്തിട്ടില്ല. അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ അവർ മറന്നുപോയി. അത് 1,000 പെർ മന്ത് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, പെർ മന്ത് ആണ്. പെർ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാസത്തേക്ക് 1,000 രൂപ. നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതോ 1 വർഷത്തേക്കാണ്. അപ്പോൾ 1 വർഷത്തേക്ക് എത്ര രൂപയായിരിക്കും? 1,000 × 12. അപ്പോൾ 12,000 രൂപയാണ് 2 പേർക്കുമുള്ള സാലറി. അത് അവർ എടുത്തില്ല, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതുപോലെ തന്നെ അനിൽ വാസ് എലിജിബിൾ ടു ഗെറ്റ് എ സാലറി ഓഫ് 6,000 പെർ ആനം. അനിലിനാണെങ്കിലോ 1 വർഷത്തേക്ക്, പെർ ആനം എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്ക്, പെർ ആനം അനിലിന് 6,000 രൂപ സാലറിയും കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും അവർ എന്ത് ചെയ്തിട്ടില്ല? അക്കൗണ്ടിൽ എൻട്രി ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ആ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി പ്രിപ്പയർ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അവിടെ അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ബിജുവിനും രവിക്കും 1,000 പെർ മന്ത് ആണ്, അനിലിന് 6,000 പെർ ഇയർ, പെർ ആനം ആണ്, 1 വർഷത്തേക്ക്. അപ്പോൾ ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ വേറെ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അനാലിറ്റിക്കൽ ടേബിൾ, അനാലിസിസ് ടേബിളിലേക്ക് പോവുകയാണ്. അപ്പോൾ അനാലിസിസ് ടേബിളിൽ നമ്മൾ ഈ പറഞ്ഞ ഒമിറ്റ് ചെയ്ത ഐറ്റം ആദ്യം എഴുതും. ഇപ്പോൾ സാലറി ഓഫ് പാർട്ട്നേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ്. ഇനി
ബിജുവിനാണെങ്കിലോ 1000 ആണ് ഒരു മാസത്തേക്ക്. അപ്പൊ 12 × 1000 12,000 12,000. അനിലിനാണെങ്കിൽ ഒരു വർഷത്തേക്ക് 6000 എന്നാണ് പറഞ്ഞത്. അനിലിന് 6000. ഇനി രവിക്കാണെങ്കിലോ രവിക്ക് 12,000 ആണ് ഒരു വർഷത്തേക്ക്. ഒരു മാസത്തേക്ക് 1000ഉം ഒരു വർഷത്തേക്ക് 12,000. അങ്ങനെ 3 പേരുടെയും സാലറി നമ്മൾ എഴുതി. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇയാൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആ ടോട്ടൽ നമ്മൾ എഴുതി 30,000. 12,000 പ്ലസ് 6,000 പ്ലസ് 12,000 30,000. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് വീതിക്കണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3:2:1 ആണെന്നാണ്. അതുപോലെ തന്നെ ഇത് ലോസ് എമൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സാലറി മാത്രമായിട്ട് കാണിക്കുമ്പോൾ എന്താണ്, അത് ലോസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലോസിനെ 3:2:1 ഷെയർ ചെയ്യുമ്പോൾ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3:2:1 30,000 ഷെയർ ചെയ്യുന്നു. 30,000 ഇൻറ്റു 3/6 15,000, 2/6 10,000, 1/6 5,000. അങ്ങനെ നമ്മൾ ആ പ്രോഫിറ്റിന്റെ ഈ എമൗണ്ട് സാലറിയുടെ ടോട്ടൽ എമൗണ്ടിനെ ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഡിഫറൻസ് കണ്ടെത്തുന്നു. ഇവിടെ 12,000 ബിജുവിന് 12,000 രൂപ ക്രെഡിറ്റ് സാലറി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്തപ്പോൾ 15,000 ഡെബിറ്റ് വരുന്നുണ്ട്. 15,000 കൂടുതലാണ് അല്ലെ 12,000-നെക്കാളും. അപ്പോൾ ഡിഫറൻസ് എത്ര? 3,000 രൂപ ഡെബിറ്റ് ബാലൻസ് ആണ്. അനിലിനാണെങ്കിലോ 6,000 ക്രെഡിറ്റും 10,000 ഡെബിറ്റും ആണ്. അപ്പൊ 4,000 രൂപ ഡെബിറ്റ് ബാലൻസ് ആണ്. 4,000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് ആണ്. രവിക്കാണെങ്കിലോ 12,000 രൂപ ക്രെഡിറ്റും 5,000 രൂപ ഡെബിറ്റും ആണ്. അപ്പോൾ ഇവിടെ അയാൾക്ക് 7,000 രൂപയുടെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. 7,000 രൂപയുടെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു കാര്യം വെച്ചിട്ട് ഈ ഒരു എമൗണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എൻട്രി എഴുതാൻ പോകുന്നത്. അപ്പോൾ ബിജുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് അനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു രവീസ് ക്യാപിറ്റൽ എന്നായിരിക്കും എൻട്രി. അപ്പോൾ ഓർത്തിരിക്കുക, സാലറി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെ തന്നെ എഴുതി, അതിന്റെ എമൗണ്ട്സ് എഴുതി 3 പേർക്കുള്ളത് ടോട്ടൽ എത്തി. ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് ഷെയർ ചെയ്തു. എന്നിട്ട് ഡിഫറൻസ് കണ്ടെത്തി. നോക്കാം അതിന്റെ എൻട്രി എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ എമൗണ്ട്സ് വെച്ചിട്ട് ഡിഫറൻസ് എമൗണ്ട് വെച്ചിട്ട് ബിജുസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് 3,000, അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് 4,000, രവീസ് ക്യാപിറ്റൽ 7,000. അപ്പോൾ എൻട്രി ഇതാണ്. നറേഷൻ എന്താണ്? അഡ്ജസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ഒമിഷൻ ഓഫ് സാലറി ഇൻ ദ പ്രീവിയസ് ഇയർ. ഒമിഷൻ ഓഫ് സാലറി ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. അനാലിസിസ് ടേബിൾ തയ്യാറാക്കുന്ന രീതി വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത 2 പ്രോബ്ലത്തിലും, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തില് സാലറിക്ക് പകരം കമ്മീഷൻ വന്നാലും ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത 2 പ്രോബ്ലത്തിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് ഫേമിന് അങ്ങോട്ട് കൊടുക്കുന്ന തുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ആ ഒരു ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒമിറ്റ് ചെയ്താൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബിജു, അനിൽ, രവി പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഹാഡ് നോട്ട് ബീൻ ടേക്കൺ ഇൻടു അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒമിറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ബിജുവിന് 2,400. ഓർത്തിരിക്കുക, എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്, തെറ്റിപ്പോകരുത്. അതുപോലെ തന്നെ അനിലിന്റെ തുക 2,000, രവിയുടെ തുക 6,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കിനി അനാലിറ്റിക്കൽ ടേബിളിലേക്ക് പോകാം. ആ അനാലിറ്റിക്കൽ ടേബിൾ നോക്കിയേ. അനാലിറ്റിക്കൽ ടേബിളിനകത്ത് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് നമ്മൾ എഴുതി, 3 പാർട്ട്നേഴ്സിന്റെ പേരുമുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതി. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ല, ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് അല്ല, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ്. എന്നിട്ട് 3 പേരുടെയും തുകയും, ബിജുവിന് 2400, അനിലിന് 2000, രവിക്ക് 1600, ടോട്ടൽ 6000 രൂപ. 3 പേരുടെയും തുക നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കണ്ടോ, ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആണ്, പാർട്ട്നേഴ്സിനുള്ള ഇൻകം ആണ്. അപ്പൊ ഈ 3 തുകയും എഴുതി ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ഡിഫറൻസ് വരും. നമുക്ക് എത്ര പ്രോഫിറ്റ് ആയിട്ട് വരും. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ആ ക്രെഡിറ്റ് ബാലൻസിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. 3000, 2000, 1000, 3:2:1 എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ഡിഫറൻസ് നോക്കുമ്പോൾ ബിജുവിന് ഡെബിറ്റ് ബാലൻസ് 2400ഉം ക്രെഡിറ്റ് ബാലൻസ് എത്രയുണ്ട്? 3000 ആണുള്ളത്. 3000 ആണുള്ളത്. ക്രെഡിറ്റ് ബാലൻസ് 3000 ആണുള്ളത്. അപ്പോൾ 600 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇവിടെ ഉള്ളത്. 600 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ഇവിടെ അനിലിനാണെങ്കിലോ രണ്ടും തുല്യമാണ്. അവിടെ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രിയിൽ സ്ഥാനമില്ല. അടുത്ത് രവിയുടെ ആണെങ്കിലോ 1600 രൂപ ഡെബിറ്റും 1000 രൂപ ക്രെഡിറ്റുമാണ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 600 രൂപ ഡെബിറ്റ് ആണ് വരുന്നത്. അപ്പോൾ എൻട്രി ചെയ്താൽ വളരെ എളുപ്പമാണ്. രവിയുടെ അക്കൗണ്ടിന് ഡെബിറ്റും ബിജുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റുമാണ് വരിക. അപ്പോൾ രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ബിജുസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതിയിട്ട് അതിന് ഡെബിറ്റ് കൊടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ ആ ടോട്ടൽ എമൗണ്ട് പ്രോഫിറ്റ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അതിന് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ആണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ രവിയുടെ ക്യാപിറ്റൽ എന്താണ് വന്നിരിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. അത് 600 രൂപയാണ് അല്ലേ? അതോടെ തന്നെ ബിജുവിന്റെ ക്യാപിറ്റലിനും എന്താണ് വന്നിരിക്കുന്നത്? ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നത്. ആ 600 രൂപ എഴുതി. രണ്ടും തുല്യമാണ്. നറേഷൻ ഓർത്തിരിക്കുക. അഡ്ജസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ഒമിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ. സോ വളരെ എളുപ്പമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എഴുതുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് തിരിഞ്ഞു പോകരുത്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്നത് ഏത് സൈഡാണോ അത് വെച്ചിട്ടാണ് നമ്മൾ അനാലിറ്റിക്കൽ ടേബിൾ, അനാലിസിസ് ടേബിൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 3 ഐറ്റവും മിസ്സായാൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നർ സാലറി, പിന്നെ കമ്മീഷൻ, ഇത്രയും ഐറ്റംസ് മിസ്സായാൽ എങ്ങനെയാണ് അതിനെ അഡ്ജസ്റ്റിംഗ് എൻട്രി തയ്യാറാക്കേണ്ടതെന്നുള്ള ഹൈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത്രയും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒരിക്കൽ കൂടെ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് 4ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് 4ാമത്തെ പ്രോബ്ലം അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം. ഇവിടെ 2 പാർട്ട്നേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അജിത് ആൻഡ് ചന്തു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ 2:1. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000, 40,000. അവർ വിഡ്രോ ചെയ്ത തുക 20,000ഉം 10,000ഉമാണ്. അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് വേർ ടേക്കൺ 10%. അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10% പെർ ആനമാണ്. അതോടൊപ്പം തന്നെ അജിത്ത് വിൽ ഗെറ്റ് എ സാലറി ഓഫ് ₹1000 പെർ മന്ത്. അജിത്തിന് 1000 രൂപ വെച്ചിട്ട് ഓരോ മാസവും സാലറി കിട്ടും. അപ്പോൾ ഓർത്തിരിക്കുക, ടോട്ടൽ സാലറി എത്രയാണ്? 1000 × 12. ചന്തുവിനാണെങ്കിലോ, ചന്തു ഈസ് എലിജിബിൾ ടു ഗെറ്റ് ₹9,000 ആസ് കമ്മീഷൻ. ചന്തുവിന് കമ്മീഷൻ ആയിട്ട് ഒരു 9,000 രൂപയും കിട്ടും. After the preparation of final accounts at the end of the year, 31st March 2019, it was found that
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, അജിത് സാലറി ആൻഡ് ചന്ദുസ് കമ്മീഷൻ ഹാഡ് നോട്ട് ബീൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പൊ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. ഇതൊന്നും എടുക്കാതെ എന്ത് ചെയ്തിരിക്കുന്നു അവര്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഷെയർ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ വേണം കരുതാൻ. അപ്പൊ ഇവര് എന്ത് ചെയ്തിട്ടില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇത് എടുത്തിട്ടില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബാലൻസ് മാത്രം ഷെയർ ചെയ്ത് അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എൻട്രി എഴുതി ഈ ഒരു എററിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു ഏരിയ, ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ ഐറ്റവും, ഒമിറ്റ് ചെയ്ത എല്ലാ ഐറ്റവും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ടേബിൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. അതുകൊണ്ട് നോക്കിയേ, ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെയും തുകയുടെ 10%. അപ്പൊ 80,000 ഇൻറ്റു 10 8,000 രൂപ. ചന്തുവിനാണെങ്കിലോ 40,000 ഇൻറ്റു 10 4,000 രൂപ. അങ്ങനെ 12,000 ടോട്ടൽ. അതുപോലെ തന്നെ സാലറി ആർക്ക് മാത്രമേ ഉള്ളൂ? അജിത്തിന് മാത്രമേ ഉള്ളൂ 12,000 രൂപ. എങ്ങനെയാണ്? അയാൾക്ക് ഒരു മാസം 1,000 രൂപയാണ് സാലറി പറഞ്ഞിരുന്നത്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി കമ്മീഷൻ, കമ്മീഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? ചന്തുവിന് മാത്രമേ ഉള്ളൂ 9,000 രൂപ. അതും ടോട്ടൽ കോളത്തിൽ എഴുതി. അപ്പൊ ഈ 3 ഐറ്റവും എന്ത് ബാലൻസുകളാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. 3 കാര്യങ്ങളും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലോ അത് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അതിന് നമ്മൾ കുറയ്ക്കുന്നു. ഈ 3 ഐറ്റത്തിന്റെയും ടോട്ടലിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ തുകയായ 2,000-ഉം 1,000-ഉം, 20,000-ന്റെ 10%-ഉം 10,000-ന്റെ 10%-ഉം നമ്മളിവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 3,000 ആണ് ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ 8,000 പ്ലസ് 12,000, ആ തുക 20,000-ൽ നിന്ന് 2,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ചന്തുവിന്റെ കോളത്തില് 4,000 പ്ലസ് 9,000, അപ്പൊ 13,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൽ നിന്ന് 1,000 രൂപ ഡെബിറ്റ് ബാലൻസ് കുറയ്ക്കുമ്പോൾ 12,000 രൂപ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ 18 പ്ലസ് 12 30,000. ഇനി നമുക്ക് ഈ 30,000-നെയാണ് എന്ത് ചെയ്യേണ്ടത്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഡെബിറ്റ് ആണ് വരുന്നത്. കാരണം ഇവിടെ ലോസ് ആണ് കൂടുതൽ. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരച്ച് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഇത്രയും എവിടെയാ വരിക? നമ്മുടെ ഡെബിറ്റ് സൈഡിലും. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് സൈഡിൽ ആകെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ 30,000 രൂപ ലോസ് ആണ്. അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെബിറ്റ്. അപ്പൊ 30,000-ന് നമ്മൾ എന്ത് ചെയ്തു? 2:1 ഷെയർ ചെയ്തു. 20,000 10,000. അപ്പൊ ഡെബിറ്റ് ബാലൻസസ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? അത് റെക്കോർഡ് ചെയ്തതിനു ശേഷം ഡിഫറൻസ് കാണും. അപ്പൊ അജിത്തിന് 18,000 രൂപ ക്രെഡിറ്റ് ബാലൻസും 20,000 രൂപ ഡെബിറ്റ് ബാലൻസ് പ്രോഫിറ്റ് ഷെയർ ചെയ്തപ്പോൾ വന്നു. പ്രോഫിറ്റ് അല്ല, ഇവിടെ ലോസ് ആണ്. അത് ഷെയർ ചെയ്തപ്പോൾ വന്നു. അപ്പൊ ഡിഫറൻസ് എത്രയാണ് ഡെബിറ്റ് ഉള്ളത്? 2,000 രൂപ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ചന്തുവിനാണെങ്കിലോ 12,000 രൂപ ക്രെഡിറ്റ് ബാലൻസും 10,000 രൂപ ഡെബിറ്റ് ബാലൻസും ആണ് വന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2,000 രൂപ ക്രെഡിറ്റ് ആണ് കൂടുതൽ. അപ്പൊ ഇനി വളരെ എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്താൽ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഡിഫറൻസ് എന്തായാലും ലോസ് തന്നെയായിരിക്കും. അത് ഡെബിറ്റ് ആണ് ബാലൻസ് എന്ന് വരുന്നത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ എൻട്രി എഴുതുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. അജിത് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 2,000, ചന്ദൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 2,000. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാവുന്ന ഒരു പ്രോബ്ലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് ഒമിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് കമ്മീഷൻ ഇൻ ദ പ്രീവിയസ് ഇയർ. കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചെറിയൊരു മറവി നമ്മുടെ പ്രോബ്ലം മൊത്തം കുളമാക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഈ 4 പ്രോബ്ലം വാല്യൂസ് മാറ്റി ഒന്ന് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മയിലെടുക്കാൻ പറ്റും. ഇതിനപ്പുറം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു.
ഈ ലെസൺ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ദിവസം എന്നോട് സഹായിച്ചതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ദൈവം എല്ലാവിധ നന്മകളും നൽകട്ടെ. താങ്ക് യു.